പഹൽഗാം ഭീകരാക്രമണത്തിന്റെ അന്വേഷണം NIA ഏറ്റെടുത്തു. പാകിസ്ഥാനെതിരെ ജലയുദ്ധം തുടർന്ന് ഇന്ത്യ. ഉറി ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നു. ഝലം നദിയിൽ വെള്ളപ്പൊക്കം. ജല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ. ആണവായുധങ്ങളുടെ കണക്ക് നിരത്തി പാക് മന്ത്രി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തന്നെ ജയിക്കുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. BJP പിടിക്കുന്ന ഓരോ വോട്ടും കോൺഗ്രസിനെ തോൽപ്പിക്കും. കോൺഗ്രസിൻ്റെ വോട്ടാണ് BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ല അടുത്ത ഭരണവും ഇടതുപക്ഷം തന്നെ ഭരിക്കുമെന്ന് ഞാൻ ശക്തമായി ഇപ്പോഴും നാളെ ഇന്നലെയും പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? ഭരണം കിട്ടാൻ ഏതറ്റം പോകുന്നവരാണ് മുസ്ലിം ലീഗ്. ലീഗ് ഇടതുമുന്നണിയിൽ ചേർന്നാൽ തന്നെ പോലെയുള്ളവർ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി ന്യൂസ് 18 ദി പോളിഗ്രാഫിൽ. മലയാള സിനിമയിലെ നഷ്ടക്കണക്കുകൾ വീണ്ടും പുറത്തുവിട്ട് നിർമ്മാതാക്കൾ. റിലീസായ 15 ചിത്രങ്ങളിൽ ഹിറ്റായത് എമ്പുരാൻ മാത്രം. 78 ലക്ഷം രൂപ മുടക്കിയ മറുവശം നേടിയത് 60,000 രൂപ മാത്രം. പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് കടന്നു വത്തിക്കാൻ. ഇന്ന് മേരി മേജർ ദേവാലയത്തിൽ കർദിനാൾമാരുടെ പ്രഥമ ശുശ്രൂഷ. കോൺക്ലേവിന് മുന്നോടിയായുള്ള ചർച്ചകൾ ആരംഭിക്കും. IPL-ൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൗ സൂപ്പർ ജയൻസിനെ നേരിടും. ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പോരാട്ടം രാത്രി 7:30.